ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദിസ് ഈസ് മൈ ലൈഫ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടെമോ ഹോൾ വീഡിയോ ആണ്. നമ്മൾ ടെമോന്ന് കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഒരുമിച്ച് അൺബോക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ടെമോന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസും എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഓൾറെഡി ഞാൻ പാക്കേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് പാക്കേജ് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു പാക്കേജിലാണ് നമുക്ക് പ്രോഡക്റ്റ് എല്ലാം വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വലിയൊരു ബോക്സ് നോക്കാം. ഇത് ഞാനൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഓർഡർ ചെയ്തത്. ലെനോവ ബ്രാൻഡിന്റെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. സോ എങ്ങനെയുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്വാളിറ്റി വൈസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരിക്കും അറിയത്തില്ല. സോ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. പാക്കേജ് വൈസ് കുഴപ്പമില്ല. ഒരു വുഡൻ മെറ്റീരിയൽ വരുന്ന വുഡൻ ടൈപ്പാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇത് നല്ലൊരു വുഡൻ ഡിസൈൻ ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഒരു എസ്തെറ്റിക് ലുക്ക് ഒക്കെ ഉണ്ട് കാണാനായിട്ട്. നമുക്ക് ഇവിടെ ആയിട്ട് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. 4 സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതെന്റെ USB കേബിളാണ്. നമുക്ക് ഈസിലി ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് ജസ്റ്റ് കണ്ടിഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ്. ഇനി ഇതിന്റെ വർക്കിംഗ് വൈസ് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്, ബ്ലൂടൂത്ത് സ്പീക്കർ. നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്, ഇത് ഒരു റോപ്പാണ്. നമ്മുടെ ക്യാമറയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു റോപ്പാണ്. നമ്മുടെ ക്യാമറയിലൊക്കെ യൂസ് ചെയ്യാൻ മേടിച്ചൊരു സ്ട്രാപ്പാണ്. ക്വാളിറ്റി വൈസ് ഒക്കെ നല്ലതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഈ ഒരു സ്ട്രാപ്പാണ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഇത് 2 സ്പെക്സ്, ഒരു കോംബോ പാക്കായിട്ട് 2 സ്പെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് 2 സ്പെക്സ് ഒരുമിച്ച് മേടിച്ചതാണ്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്പെക്സ് ക്വാളിറ്റി വൈസ് ഒക്കെ ഓക്കെ ആണ് കേട്ടോ. നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യത്തില്ലല്ലോ. സോ ഇത് നമ്മുടെ ഫസ്റ്റ് സ്പെക്സ്. ഫസ്റ്റ് വൺ. നമ്മുടെ സെക്കൻഡ് സ്പെക്സ്. രണ്ടും നല്ല ഓഫറിലാണ് ഉണ്ടാകുന്നത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിട്ട് നമുക്ക് ടെമോന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരു കോംബോ ഓഫർ ആയിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ക്വാളിറ്റി വൈസ് ഒക്കെ ഓക്കെയാണ്. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പർപ്പസ് കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. സോ നെക്സ്റ്റ്, ഇതൊരു സ്മാൾ പേഴ്സ് ആണ്. ക്ലച്ച് പേഴ്സ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ജസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തതാണിത്. ക്വാളിറ്റി വൈസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ പേഴ്സ്. ഇതിൽ ഒരുപാട് കളേഴ്സ്, ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇതാണ് ചൂസ് ചെയ്തത്. ചെറിയൊരു പേഴ്സ് ആട്ടോ. അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. സോ എനിക്ക് ചെറിയ ടൈപ്പ് പേഴ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഓക്കെയാണ്. ഇതും ഐ തിങ്ക് ഒരു സ്പെക്സ് തന്നെയാണ്. എനിക്ക് സ്പെക്സ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇതും കണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ്. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്, ഇത് കുറച്ച് വലിയ സൈസാണ്. എനിക്ക് സൂട്ട് ആവുമെന്ന് അറിയത്തില്ല. ഞാൻ അതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാണ്. കുറച്ച് വലിയ സൈസാണ്. എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയത്തില്ല. സോ ഇതിന്റെ ക്വാളിറ്റി വൈസും അടിപൊളി തന്നെയാണ്. നല്ല ഫ്രെയിം ഒക്കെ തന്നെയാണ്. സോ
ആണ് നമ്മൾ അടുത്ത പ്രോഡക്റ്റ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ജെൻസിനൊക്കെ നന്നായിട്ട് സൂട്ട് ആവുമെന്ന് തോന്നുന്നു. കുറച്ചധികം വലിയ ഫ്രെയിമൊക്കെ ആയതുകൊണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഇതൊരു എസെൻഷ്യൽ ഓയിലാണ്. ഇത് ഞാൻ മേടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാനില ഫ്ലേവർ ആണ്. ഞാൻ മേടിച്ചത് എൻ്റെ അടുത്ത് റൂമിൽ ഒരു റൂം ഫ്രഷ്നർ ഉണ്ട്. സോ നമ്മൾ ചാർജ് ചെയ്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ്. അപ്പൊ അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. നമുക്ക് ഓരോ ഡ്രോപ്സ് വെച്ച് അതിൽ യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇത് വാനില ഫ്ലേവർ. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യാം. സ്മെല്ല് വാനില സ്മെല്ല് തന്നെ ആയിരിക്കും. ഫ്ലേവർ 50 ml 30 ml ഒരു 30 ml ആണിത്. നല്ല സ്മെല്ലുണ്ട്. സോ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. നെക്സ്റ്റ് വൺ ഒരു സ്മോൾ സൈസ് ഫ്ലാഷ് ആണ്. ഈ ജസ്റ്റ് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടല്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. നല്ല സ്മോൾ സൈസ് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോൾ ഫ്ലാഷ് ആണിത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. സോ ഇതാണ് നമ്മുടെ ഫ്ലാഷ്. ഈ ഒരു ചെറിയൊരു ബോക്സിലാണ് ഫ്ലാഷ് വരുന്നത്. സോ അതിന്റെ കൂടെ ഒരു USB കേബിൾ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഫ്ലാഷ്. വളരെ സ്മോൾ സൈസ് ആണ്. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ക്യാമറയിൽ യൂസ് ചെയ്യുന്ന ഫ്ലാഷ് ആയതുകൊണ്ട് സോ ക്യാമറയിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു കണക്ടർ കൂടെ ഉണ്ട് ഇതിൽ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ ഒരു 3 സ്വിച്ച് ഉണ്ട്. ഐ തിങ്ക് ഫസ്റ്റ് വൺ ഓൺ ഓഫ്. ദെൻ നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇതൊന്ന് ഫസ്റ്റ് സ്വിച്ചിൽ ഒരു 2 seconds ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് ഓൺ ആവുന്നതാണ്. ദെൻ നമുക്ക് സെക്കൻഡ് സ്വിച്ച് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ലാസ്റ്റ് വൺ നമുക്ക് എന്താ അതിന്റെ മോഡ് വാം ലൈറ്റ് ഡിം ലൈറ്റ് ഒക്കെ ഉണ്ടെന്നാണ്. സോ അപ്പോ വാം ലൈറ്റ് ഐ തിങ്ക് നല്ലതാണെന്ന് തോന്നുന്നു എനിക്കിത്. ഇത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്ലാഷ്. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഇതും ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനുള്ളിൽ ഒരു 20 numbers ഓഫ് ബ്രഷസ് ഉണ്ട്. ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യാമറയുടെ ലെൻസ് ക്ലീൻ ചെയ്യാനായിട്ടാണ്. നമ്മൾ കൈ വെച്ചൊക്കെ ക്ലീൻ ചെയ്യുന്നത് അത്രത്തോളം നല്ലതായിരിക്കത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ബ്രഷ് നമുക്കൊരു 2-3 times ഒക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഇതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബ്രഷാണ്. എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ്. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ബ്രഷ്. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇതൊരു കോംബോ ഓഫർ ആയിരുന്നു. ഇതൊരു കോംബോ പാക്ക് തന്നെയാണ്. ഐ തിങ്ക് ഇതിനുള്ളിൽ ഒരു എത്ര നമ്പേഴ്സ് എന്ന് അറിയത്തില്ല, 15 പീസാന്ന് തോന്നുന്നു. 15 പീസ് റിങ്. നമുക്ക് എത്രത്തോളം റിങ് ക്വാളിറ്റി ഉണ്ടോന്ന് അറിയത്തില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്യാന്ന് വിചാരിച്ച് മേടിച്ചതാണ്. ഇത്രയും വിലക്കുറവിലുള്ളപ്പോഴേ 15 പീസാണോ 20 പീസാണോ എന്ന് ഓർമ്മയില്ല എനിക്ക്. ഐ തിങ്ക് അവരൊരു കൊടുക്കുന്നത് റോസ് ഗോൾഡ് എന്നൊക്കെയാണ്. പക്ഷെ ഇത് അത്രത്തോളം റോസ് ഗോൾഡ് പ്യുവർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഓക്കെ, നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മാറി മാറിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. ഐ തിങ്ക് ഇത് 300 പൈസയോ 400 പൈസയോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഈ എല്ലാ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ടെമു കൂടാതെ ടാഗ് ചെയ്യുന്നുണ്ട്. ടെമുന്നുള്ള എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഓർഡർ ചെയ്ത എല്ലാ പ്രോഡക്റ്റും തന്നെ വന്നിട്ടുണ്ട്, എനിക്കൊന്നും മിസ്സായിട്ടില്ല.
പിന്നെ എനിക്ക് ജസ്റ്റ് ഒരു ഇതായിട്ട് തോന്നിയത്, ഐ തിങ്ക് ഞാൻ ഓർഡർ ചെയ്തൊരു 4 വീക്സിന് അടുപ്പിച്ചായി എനിക്ക് പ്രോഡക്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ. ഡെലിവറി ഡേറ്റ് കുറച്ചധികം ലോങ് ആണ് ടെമ്മുവിൽ. അതർവൈസ് എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യും. ഇവിടെ പ്രോഡക്റ്റും ടാഗ് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിലെ മീഷോ പോലെയൊക്കെ നമുക്ക് വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.